നമ്മൾ കാണുന്നത് റിപ്പോർട്ടറിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ്. തത്സമയ ഡ്രോൺ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. നേവിയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സോണാർ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വെള്ളത്തിനടിയിൽ ലോഹവസ്തുക്കൾ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ്. അതോടൊപ്പം NDRFിൻ്റെ സ്കൂബ വിഭാഗവുമുണ്ട്. അവർ എവിടെയെങ്കിലും സിഗ്നൽ ലഭിക്കുന്ന ഒരു സ്ഥലത്ത് ഒഴുക്ക് നോക്കൂ, നല്ല ഒഴുക്ക് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണക്കാരായ ആളുകൾക്കൊന്നും അവിടെ പോയി തെരച്ചിൽ നടത്തുക ഇത്തരമൊരു ഒഴുക്കിൽ അത് സാധ്യമേ അല്ല. അതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ മറുകരയിൽ താമസിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പുഴ നന്നായി അറിയാം. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അടിയൊഴുക്കുള്ള പുഴയാണ്, 7 കിലോമീറ്റർ ദൂരത്തിലാണ് കടലെങ്കിലും നല്ല ഒഴുക്ക് ഈ പുഴയിൽ പലപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരിടത്തിറങ്ങിയാൽ മറ്റൊരിടത്താണ് കിട്ടുക. അതുകൊണ്ട് അവർ പോലും അവിടെ അവരുടെ ബന്ധുക്കളെ തിരയാൻ അവിടെ ഇറങ്ങാഞ്ഞതിൻ്റെ കാരണം അത്യന്തം അപകട സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുമായി ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പുഴയിലെ ഒഴുക്കൊന്നുമല്ല അവിടെയുള്ളത്, ആഴവും അതല്ല, നമുക്കറിയാത്ത പുഴയാണ്. അതുകൊണ്ട് തീർച്ചയായും നേവിയുടെ ഈ ഏകോപനം തന്നെയാണ് ഏറ്റവും മികച്ചത് എന്നതിൽ ഒരു സംശയവും വേണ്ട. ഈ ചിത്രങ്ങൾ, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ TVയിലൂടെ കാണുന്ന അർജുൻ്റെ കുടുംബാംഗങ്ങളോടാണ്. ഇപ്പോൾ അഷ്റഫ് MLA പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും അവിടെയുണ്ട്. നമുക്ക് സാധ്യമായതെല്ലാം അതിൻ്റെ പരമാവധിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നേവിയുടെ സംഘം, വിദഗ്ധരായുള്ള സംഘമാണ് അവിടെ എത്തി ഈ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലൊരു ഷോ ഓഫിന് വേണ്ടിയുള്ള സമയമല്ല. നമ്മുടെ ഡിഫൻസ് ഫോഴ്സിൻ്റെ അവർക്ക് ഇന്നലെ അമ്മ പറഞ്ഞത് അല്പം മാനസികമായ വേദന ഉണ്ടാക്കിയെന്ന് മേജർ പറഞ്ഞപ്പോൾ മേജർ പറഞ്ഞു, കൂടുതൽ നേവിയുടെ സംവിധാനങ്ങളെത്തും, കാർവാറിൽ നിന്ന് അവരെത്തും, നേവിയുടെ ഉദ്യോഗസ്ഥരെത്തും. പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് അവരെത്തിയിട്ടുണ്ട്, സ്കൂബ സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സിഗ്നൽ ലൊക്കേറ്റ് ചെയ്യണം, അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. പലതവണ അവർ ഇരുഭാഗത്തും ഇരു കരകളിലുമായി സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചരിച്ചതിന് ശേഷം ഏകദേശം 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തെരച്ചിലാണ് ഇപ്പോഴുള്ളത്. ഈ 2.5 മണിക്കൂറോളം അവരതിൻ്റെ തലങ്ങും വിലങ്ങും അവരുടെ നേവി റെസ്ക്യൂ ബോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തും. ആ റെസ്ക്യൂ ബോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് അവർ നടത്തുക. ആ തെരച്ചിലിന് ശേഷം എവിടെയെങ്കിലും ഒരു ലോഹവസ്തുക്കൾ അവരുടെ ഇമേജിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അവിടെ സ്കൂബ വിഭാഗം ഇറങ്ങുകയും ചെയ്യും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതു നിമിഷവും നമുക്ക് ആ ശുഭവാർത്ത പ്രതീക്ഷിക്കാം. ഈ ഘട്ടത്തിലും ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ തവണയും നേവിയുടെ ഈ റെസ്ക്യൂ ബോട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥർ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ടാവുന്നുണ്ട്, അവിടെ ഉണ്ടാകുമോ ഈ ബെൻസ് ലോറി എന്നുള്ളതാണ്. പല ഭാഗത്തേക്കും എനിക്കൊന്നൊരു 100, 150, 250, 350 മീറ്ററോളം ദൂരത്തിൽ വരെ അവരിപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. ആ സാധ്യതയുണ്ട്. 7 കിലോമീറ്ററോളം ദൈർഘ്യത്തിലൊഴുകുന്ന പുഴയാണ്. ഒരു പരിധിയുണ്ട് ഏത് ഘട്ടത്തിലാണ്. ഇപ്പോഴും ഒഴുകിപ്പോയ ബുള്ളറ്റ് ടാങ്കറിൻ്റെ എൻജിൻ ക്യാബിൻ കണ്ടെടുത്തിട്ടില്ല എന്നതുകൂടി നമ്മുടെ മുന്നിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ എൻജിൻ ക്യാബിൻ വേർപെട്ടു പോകുമോ എന്നൊരാശങ്കയും നമുക്ക് ഇല്ലാതെയില്ല. കാരണം നേരത്തെ ബുള്ളറ്റ് ടാങ്കറിൻ്റെ ബുള്ളറ്റ് ഭാഗം മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്, അതിൻ്റെ ഡ്രൈവർ ക്യാബിൻ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ആശങ്ക കൂടി ഈ ഘട്ടത്തിലുണ്ട്. വാഹനം നിരങ്ങി ഈ പുഴയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എൻജിൻ ക്യാബിൻ വേർവിട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ നമുക്കറിയില്ല. അതൊക്കെ ആശങ്കകളാണ്. പക്ഷേങ്കിൽ നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ ഇരിക്കാം. ആ വാഹനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതേസമയം തന്നെ പ്രേക്ഷകർക്ക് ബഡ്ജറ്റിൻ്റെ വിവരങ്ങളും പ്രേക്ഷകർക്ക് മുകൾ ഭാഗത്ത് നോക്കാം. ആദായ നികുതിയിലടക്കമുള്ള ഇളവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കർഷകർക്ക് 6 കോടി കർഷകർക്ക് ഭൂമി രജിസ്ട്രേഷൻ്റെ കീഴിൽ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബഡ്ജറ്റിൻ്റെ വിവരങ്ങളും പ്രേക്ഷകർക്ക് മുകളിൽ കാണാം. ഇപ്പോൾ തത്സമയം 72 മണിക്കൂറുകൾ, ഏകദേശം 80 മണിക്കൂറോട് ആവുന്നു അർജുൻ്റെ കുടുംബത്തിനോടൊപ്പമുള്ള റിപ്പോർട്ടറിൻ്റെ ഈ യാത്ര തുടരുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാം. ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ, നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് വളരെ വ്യക്തമായ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടർ ചാനലിലൂടെ പ്രേക്ഷകർക്കും കുടുംബത്തിനുമായി നൽകുന്നുണ്ട്. ഇത് പുഴയുടെ മറുകരയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. പുഴയോരത്ത് മണ്ണ് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കുണ്ട്. ഒപ്പം പുഴയിൽ തെരച്ചിൽ നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. ഗംഗാവാലി പുഴയിലുള്ള പരിശോധന അതിൻ്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഒന്നുകിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലോറിയുണ്ടോ എന്ന വിവരം അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാം. നമ്മളാണ് അർജുൻ്റെ കുടുംബത്തിൻ്റെ ആശങ്കയ്ക്ക് വിരാമം ഇടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ വാർത്ത ആദ്യം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് സാനിയോ മനോമിയാണ്. നമ്മുടെ കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടറാണ്. സാനിയോ മനോമി കോഫി വിത്ത് തരുണിൽ നടത്തിയ ആ റിപ്പോർട്ടിങ്ങിലാണ് അതിനകത്തൊരു സ്പാർക്ക് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതിനുശേഷം രാഘവൻ MPയുടെ വീട്ടിൽ അവർ സഹായം അഭ്യർത്ഥിച്ചെത്തിയത് നമ്മൾ വാർത്ത ചെയ്തു. അവിടെ മുതൽ ഇന്നലെ മുതൽ നമ്മൾ വാർത്ത തുടർച്ചയായി കൊടുക്കുന്നുണ്ട്. അഞ്ജുവുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്, അമ്മയുമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ വിഷമം നമ്മൾ ഒരു കുടുംബത്തിൻ്റെ വിഷമമായി
റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ഏറ്റെടുത്തതിനെ തുടർന്നാണ് നമ്മൾ അവിടെ നിന്നും തത്സമയം ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ബഡ്ജറ്റ് അടക്കമുള്ള വിഷയങ്ങളും നടക്കുന്നുണ്ട്. ആ വിവരങ്ങളും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകാം. നമ്മളിപ്പോൾ പ്രധാനമായും ഈ പുഴയിലെ നിർണായകമായ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.